ടൈലറിംഗ് കോഴ്സിന്റെ യൂട്യൂബ് വഴിയുള്ള 9ാമത്തെ ക്ലാസ്സാണിത്. കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ബ്ലൗസിന്റെ മെഷർമെന്റ്സ് എടുത്ത ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല എങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. സംശയങ്ങൾ ഉള്ളവർ മാത്രം ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങളുടെ സമയം കളയണ്ട. അതിനകത്ത് നമ്മൾ എടുത്ത മെഷർമെന്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് മെഷർമെന്റ്സ് ഇല്ല. ഇതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് വ്യത്യാസം വരുത്തേണ്ട കാര്യം, നമുക്ക് ഈ ബ്ലൗസ് ഇച്ചിരി ടൈറ്റാണ്, അതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് ലൂസ് കൂട്ടണം. 1 ഇഞ്ച് കൂട്ടുന്നതെന്ന് പറയുമ്പം ചെസ്റ്റിന്റെ ഭാഗത്ത് 1 ഇഞ്ച് കൂട്ടണം, ബ്രസ്റ്റിന്റെ പോർഷനിൽ 1 ഇഞ്ച് കൂട്ടണം, വേസ്റ്റിന്റെ പോർഷനിൽ 1 ഇഞ്ച് കൂട്ടണം. അതുപോലെ ആം ഹോൾ നമുക്ക് 1/2 ഇഞ്ച് കൂട്ടണം. ഇതാണ് ഈ അളവ് ബ്ലൗസിൽ നിന്ന് വ്യത്യാസം വരുത്തേണ്ടത്. അതായത് ഇപ്പോൾ ഈ അളവ് ബ്ലൗസ് കൊണ്ട് തന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് തന്നെ എടുക്കാമായിരുന്നു. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇത് ഇച്ചിരി ടൈറ്റാണ്, അതിന് ലൂസ് കൂട്ടണം എന്ന് പറയുമ്പം എത്ര ഇഞ്ചാണോ ലൂസ്, അല്ലെങ്കിൽ നമ്മൾ ബോഡിയിൽ നിന്ന് തന്നെ മെഷർമെന്റ് എടുത്ത് നോക്കണം. ഇതിപ്പോൾ 1 ഇഞ്ചാണ് കൂട്ടാൻ പറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ ആ മെഷർമെന്റ്സ് എടുക്കുന്ന സമയത്ത് തന്നെ ആ 1 ഇഞ്ച് കൂട്ടി അങ്ങ് എഴുതുക. അതിന് പിന്നെ അതിനകത്ത് കൺഫ്യൂഷൻ വരത്തില്ല. അത് ഇതിനകത്ത് നമുക്ക് അറിയാമല്ലോ, നമ്മൾ നോർമൽ ബ്ലൗസിന് എടുക്കുന്ന പോലെ തന്നെ ഉള്ളൂ. അതിന് കറക്റ്റായിട്ട് ആ ബ്ലൗസ് ആദ്യമേ നമ്മൾ കറക്റ്റായിട്ട് ഇടുക. കാരണം ഇങ്ങനെ ഇടുന്നതിനകത്ത് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മെഷർമെൻറ്റ്സിനകത്ത് വ്യത്യാസം വരും. അതുകൊണ്ട് ഇത് കറക്റ്റ് ഒരു ചുളുക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ, കഴുത്തൊന്നും എപ്പോഴും ഈ റൗണ്ടായിട്ട് തന്നെ നിൽക്കണമെന്നില്ല കേട്ടോ. ചില ആൾക്കാരൊക്കെ തയ്ക്കുമ്പോൾ ഒതുങ്ങി വരും, ചിലവർ ഇങ്ങനെയുള്ള, അതായത് ഈ ഇവിടെ ഒതുക്കി ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ റൗണ്ടായിട്ട് തയ്ക്കും. അത് അങ്ങനെയൊക്കെ തയ്ച്ച ബ്ലൗസ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ വെക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റുള്ള അളവ് കിട്ടുള്ളൂ. ഇത് കറക്റ്റായിട്ട് ചുളുക്കമില്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. കണ്ടോ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇറക്കമാണ് ബ്ലൗസിൻ്റെ. അത് ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യലിൻ്റെ അവിടുന്ന് താഴോട്ടെടുക്കുക. എത്ര വന്നു? 13.5 ഇഞ്ചുണ്ട് ഇറക്കം. അത് നമുക്ക് 13.5 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ലെങ്ത് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ നമ്മൾ എടുക്കുമ്പോൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് എടുക്കുന്നത്. ഷോൾഡർ നല്ല കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് എടുക്കുന്നത്. 12.5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. ഞാൻ ഈ പറയുന്ന അളവ് നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കട്ടിങ് മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. കാരണം പറയുന്ന അളവ് ഒരു ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇതിൻ്റെ കഴുത്തിറക്കം വരുന്നത് 7 ഇഞ്ചാണ് കഴുത്തിറക്കം. കണ്ടോ, കഴുത്തിൻ്റെ വൈഡ് വരുന്നത് 6.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ വൈഡ്. കണ്ടോ, പിന്നെ നമുക്കിനി വേണ്ടത് ആം ഹോൾ വരുന്നത് എത്രയാണെന്ന് നോക്കണം. ആം ഹോൾ വരുന്നത് 8 ഇഞ്ചാണ്. 8 ആകുമ്പോൾ മൊത്തത്തിലുള്ള അളവ് എത്ര വരും? 16 ഇഞ്ച് വരും. അവിടെ നമുക്ക് 1/2 ഇഞ്ച് ലൂസ് കൂട്ടണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിനും 1/2 ഇഞ്ച് ലൂസ് കൂട്ടുന്നത് എന്തിനാ? നമ്മളിപ്പോൾ ഏതെങ്കിലും ചെയ്യാൻ പോകുന്ന ഡ്രസ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ ടൈറ്റ് ആയതുകൊണ്ടാണ്. അല്ല, നമ്മൾ നോർമൽ ബ്ലൗസിൽ നിന്ന് ലൈനിങ് ബ്ലൗസ് ചെയ്തപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് 1 ഇഞ്ചും ഒക്കെ കൂട്ടുകയൊക്കെ ചെയ്തില്ല. അതുപോലെ അല്ലല്ലോ ഇത് കൂട്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അത് കൂട്ടുന്നത് നമ്മൾ ആ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലൂസാണ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. ഇത് ഓൾറെഡി ടൈറ്റ് ആയതുകൊണ്ട് കറക്റ്റായിട്ടുള്ള അളവ് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലൂസ് കൂട്ടാൻ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കൂട്ടുന്നത്. അതിനകത്ത് എത്ര ഉണ്ട്? 8 ഇഞ്ചാണ് ആം ഹോൾ വരുന്നത്. അതിന് മൊത്തത്തിൽ അളവ് 16 വരും. 16 വരും. 8 8 16 വരും. അതിനൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 16.5. അതിന് വൺ സൈഡ് നമ്മൾ എത്ര എടുക്കണം? 8.25 ഇഞ്ചാണ് ബാക്ക് ആം ഹോൾ നമ്മൾ എടുക്കേണ്ടത്. ഇനി വേണ്ടതെന്ന് പറയുമ്പോൾ കൈയിറക്കം വരുന്നത് 6 ഇഞ്ചാണ് കൈയിറക്കം വരുന്നത്. കണ്ടോ, 6 ഇഞ്ചാണ് കൈയിറക്കം വരുന്നത്. കൈയുടെ വണ്ണം വരുന്നത് 12 ഇഞ്ചാണ് കൈവണ്ണം വരുന്നത്. 12 ആണ് കൈവണ്ണം വരുന്നത്. അതുപോലെ കൈയുടെ ഇവിടുത്തെ അളവ് ഇത് അത്യാവശ്യമാണ്. കൈക്കുഴി ഇറക്കുന്നതിന് അത്യാവശ്യമാണ്. അത് ഞാൻ എൻ്റെ സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിനകത്ത് പറഞ്ഞുതരാം. ഇതിനകത്ത് നമുക്ക് ഇവിടുത്തെ ലൂസ് നമുക്ക് വരുന്നത് 14 ഇഞ്ചാണ് വരുന്നത്. അതായത് 7 ഇഞ്ചാണ് വൺ സൈഡ് വരുന്നത്. മൊത്തത്തിൽ ചുറ്റളവ് 14 ഇഞ്ച് വരും ലൂസ്, കൈ ലൂസ് കേട്ടോ. അത് എടുക്കുന്നത് നേരെ തന്നെ വേണം എടുക്കാനും കൊണ്ട്. ഈ കശക്കുഴി അവിടെ നേരെ എടുക്കണം. ചരിയോ അങ്ങോട്ട് എരിയോ ചെയ്യരുത്. അതാണ് അവിടുത്തെ ലൂസ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ വണ്ണമാണ്. ചെസ്റ്റിൻ്റെ വണ്ണം നമുക്ക് എടുക്കാം. ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 19.5 ഇഞ്ചാണ് ബാക്ക് പാർട്ടിൽ വരുന്നത്. കണ്ടോ, 19.5 ഇഞ്ച് ബാക്ക് പാർട്ടിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ അളവ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇത് ക്രോസ് പീസാണ്. അതിന് ഒത്തിരി അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അങ്ങ് വലിഞ്ഞു പോകും. അതായത് കറക്റ്റായിട്ട് തന്നെ വെക്കണം. 9 ഇഞ്ചാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. കണ്ടോ, 9 ഇഞ്ച് ഫ്രണ്ട് പോർഷൻ. ഈ ഫ്രണ്ടൂടെ നമുക്ക് അളന്ന് നോക്കാം. കറക്റ്റായിട്ട് തന്നെ വെക്കണം, അല്ലെങ്കിൽ വലിഞ്ഞു പോകും.
9 ഇഞ്ച് തന്നെ ഉണ്ട്. ഈ പലരും ചെയ്യുമ്പം ചിലപ്പോൾ രണ്ട് ഫ്രണ്ട് രണ്ടളവായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും അളന്ന് നോക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അനുഭവം കാണും. മെഷർമെൻറ്റ് എടുക്കുമ്പോൾ രണ്ട് ഫ്രണ്ടും രണ്ടളവൊക്കെ വരുന്ന കാണാൻ പറ്റും. അത് ഈ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്. അത് നമ്മൾ ബാക്ക് എത്രയാണ് എടുത്തത്? 19. ഫ്രണ്ട് നമുക്ക് 9. 9 9 18. അതിന് 19നെയും 18 എത്രയാണ്? 37. 37 നമുക്ക് ഇത് ടൈറ്റ് ആയതുകൊണ്ട് 1 ഇഞ്ച് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം 38 അല്ലേ? 38 നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ ചെസ്റ്റിനുള്ളത് വരണ്ടേ. ഇവിടെ നമ്മൾ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. നമ്മൾ ടക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെസ്റ്റിൻ്റെ പോർഷന് നമ്മൾ അരയിഞ്ച് ആഡ് ചെയ്യണം. അരയിഞ്ച് അല്ല, മൊത്തത്തിൽ 1 ഇഞ്ച് ആഡ് ചെയ്യണം. മൊത്തത്തിലാണെങ്കിൽ 1 ഇഞ്ച്, വൺ സൈഡ് ആണെങ്കിൽ അരയിഞ്ച്. അതിനിവിടെ നമുക്ക് 38. അങ്ങനെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്യുമ്പോൾ 39 ഇഞ്ചാണ് ചെസ്റ്റിനുള്ളത് നമുക്ക് കട്ട് ചെയ്യാൻ നേരത്ത് വേണ്ടത്. ഇത് നമ്മൾ ഈ ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോഴുള്ള കാൽക്കുലേഷൻ വ്യത്യാസമാണ്. ഇത് ബ്ലൗസിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോഴാണ് ഈ ടക്കിന് എക്സ്ട്രാ കൊടുക്കേണ്ടത്. കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഫ്രണ്ട് ഒരു 9 അല്ലെ മൊത്തത്തിൽ നമുക്ക് 38 വന്നത്. അത് നമ്മൾ ആ അളവെടുത്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആം ഹോളിൻ്റെ അടുത്ത് ടക്ക് നമ്മൾ പിടിക്കുമ്പോൾ മൊത്തത്തിലുള്ള വണ്ണം കുറയും, ഫ്രണ്ട് പോർഷനും കുറയും, മൊത്തത്തിലുള്ള വണ്ണം കുറയും ഇല്ലേ? 1 ഇഞ്ച് കുറയും. അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബോഡിയിൽ നടക്കുന്ന മെഷർമെൻറ്റും കാൽക്കുലേഷൻ വേറെയാണ് കേട്ടോ. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമുക്ക് അതിൻ്റെ ക്ലാസ്സിൽ പഠിക്കാം. ആദ്യം നമുക്ക് ഈ ടക്കിൻ്റെ അകലം, മെയിൻ ടക്കിൻ്റെ അകലം എത്ര വരുന്നത് നോക്കാം. അത് കറക്റ്റായിട്ട് ഇത് വെച്ചിട്ട് നോക്കണം. 3.25 ഇഞ്ചാണ് വരുന്നത്. 3.25. അവിടുന്ന് നമുക്ക് ബ്രസ്റ്റിൻ്റെ ഫുൾ അളവ് എത്ര ഉണ്ടെന്ന് നോക്കാം. എത്ര ഉണ്ട്? 10 ഇഞ്ചാണ് വരുന്നത്. വലിയരുത് കേട്ടോ. 10 ഇഞ്ചാണ് വരുന്നത്. ബ്രസ്റ്റിൻ്റെ പോർഷൻ 10 ഇഞ്ചാണ്. അതിന് ഫ്രണ്ട് പോർഷൻ 10 ഇഞ്ച് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് എത്ര ഉണ്ടെന്ന് നോക്കണം കേട്ടോ. ബ്ലൗസ് ഞാൻ ഇട്ട് കണ്ടതാണ്. അത് ഈ ബ്ലൗസ് കണ്ടപ്പം ഇതിന് ടക്കിൻ്റെ ലെങ്ത് കുറവാണ്. ബ്രസ്റ്റ് പോയിന്റ് ഈ താഴെ ഇറങ്ങിയത് വരുന്നത്. കാരണം നമ്മളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾ അളവ് കൊണ്ടുവരുമ്പം ഇട്ട് കാണണമെന്ന് പറയുന്നത്. അവർ കറക്റ്റാന്നൊക്കെ പറയും ഫ്രണ്ട് പോർഷൻ. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്. അതുകൊണ്ട് നമുക്ക് ഈ അളവ് നമ്മൾ ചെയ്യുന്നതിനകത്ത് കൊടുക്കണ്ട. കാരണം നമ്മളിതിൻ്റെ മൊത്തത്തിലുള്ള അളവെടുക്കുക. ഇത് മൊത്തത്തിലുള്ള അളവ് കറക്റ്റാണ്, പക്ഷേ ടക്കിൻ്റെ ലെങ്ത് കുറഞ്ഞു പോയതാണ്. അത് നമുക്ക് മൊത്തത്തിൽ വന്നേക്കുന്ന 9.5 9 കണ്ടോ, 9 12 2.5 ഇഞ്ച് ടക്കിന് വന്നിട്ടുള്ളൂ. പക്ഷേ ടക്കിന് 3 ഇഞ്ചെങ്കിലും ലെങ്ത് വേണ്ടതാണ്. പക്ഷേ ഇവിടെ 2.5 ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ 9 3, അതായത് ഈ ഇറക്കം കറക്റ്റാണ്. അത് 9 3 കൊടുക്കുന്നത്. ഇത് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ടക്കിൻ്റെ അളവ് കുറവാണ്, ടക്കിൻ്റെ ലെങ്ത് കുറവാണ്, വീതിയല്ല ലെങ്ത്. അത് 2.5 ഇഞ്ച് ടക്കിൻ്റെ ലെങ്തേ വന്നിട്ടുള്ളൂ. സത്യത്തിൽ 3 ഇഞ്ചെങ്കിലും ഉണ്ടെങ്കിലേ കറക്റ്റ് ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായത് കൊണ്ടാണ് ഇവിടെ ഞാൻ 9 എന്നുള്ളത് 9 ആക്കി ടക്കിൻ്റെ ലെങ്ത് 3 ആക്കിയത് കേട്ടോ. ഈ ഇറക്കം കറക്റ്റായിട്ട് തന്നെ വന്നു, പക്ഷേ പോയിന്റ് അങ്ങ് താഴെ പോയി. അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അതിന് ബാക്ക് പോർഷനിൽ വരുമ്പോൾ ആ ഭാഗത്ത് ലൂസ് എത്ര ഉണ്ടെന്ന് നോക്കണം. ഓൾറെഡി അത് കുറയുമല്ലോ, കാരണം വേസ്റ്റിൻ്റെ വണ്ണത്തിനനുസരിച്ച് കുറഞ്ഞു വരും. ടക്കൊക്കെ ഇടുവാണെങ്കിൽ അത്രയും കുറയത്തില്ല. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോർമൽ ബ്ലൗസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ലൂസ് നമുക്ക് നോക്കാം എത്ര ഉണ്ട്. 18 ഉണ്ട്. അങ്ങനെ ഫ്രണ്ടിൽ ഒരു പോർഷൻ 10 ഉണ്ട്, 2 പോർഷൻ ആകുമ്പോൾ 20 വരും. ബാക്കിൽ ആ ബ്രസ്റ്റിൻ്റെ ആ പോർഷൻ വരുമ്പം നമുക്ക് 18 വരുന്നത്. കാരണം 38 ബ്രസ്റ്റിൻ്റെ വണ്ണം വരുന്നത്. ഈ 38 കൂടെ നമ്മൾ 1 ഇഞ്ച് കൂടെ, ഇത് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എത്രയായി? 39 വന്നു. അങ്ങനെ ചെസ്റ്റ് വണ്ണം എത്രയാണ് നമുക്ക് വന്നത്? 39. ബ്രസ്റ്റ് വണ്ണം 39. രണ്ടും സെയിം ആണ്. രണ്ട് സെയിം എന്ന് പറയാനെ കൊണ്ട് 39 നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷൻ എടുത്തത് എന്തുകൊണ്ടാണ്? 38 ഓൾറെഡി നമുക്ക് അവിടെ ചെസ്റ്റിൻ്റെ പോർഷൻ അളവുള്ളൂ. 1 ഇഞ്ച് നമുക്ക് ടക്കിനുള്ളതാണ് എക്സ്ട്രാ ഇട്ടേക്കുന്നത്. കാരണം 38 ചെസ്റ്റും 39 ബ്രസ്റ്റുമാണ് സത്യത്തിൽ വരുന്നത്. ടക്കിനെടുക്കുന്ന അരയിഞ്ചൂടെ 2 സൈഡും ആഡ് ചെയ്ത് അങ്ങനെ 1 ഇഞ്ച് വന്നതുകൊണ്ടാണ് അവിടെ 39 വന്നത് കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റ് വണ്ണം എത്ര ഉണ്ടെന്ന് നോക്കാം. $33 ഇഞ്ചുണ്ട് വേസ്റ്റ് വണ്ണം. 33. ഇവിടെ നമുക്ക് 1 ഇഞ്ച് കൂട്ടണം. അന്നേരം 34 ഇഞ്ച് വേസ്റ്റ്. അത് ഓർമ്മയുണ്ടല്ലോ, 39 ചെസ്റ്റ്, 39 ബ്രസ്റ്റ്, വേസ്റ്റ് വണ്ണം 34. ഇത് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കട്ടിങ് വരുന്നത് ഈ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം അതുകൊണ്ട് ഈ അളവ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നതേ ഉള്ളൂ. വീണ്ടും ഞാൻ അളവ് എടുത്ത് കാണിക്കത്തില്ല, കാരണം പിന്നെയും അളവ് ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പം അത് ബോറടിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കാം. ഫ്രണ്ട് കഴുത്ത് കറക്റ്റായിട്ട് വെക്കുക കണ്ടോ. ഇതിപ്പം കറക്റ്റ് റൗണ്ടൊന്നും അല്ല വന്നേക്കുന്നത്. അതുകൊണ്ട് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു വി പോലുള്ള ഷേപ്പ് വരും. അത് കട്ട് ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതാണ്. കഴുത്തിറക്കം, ഫ്രണ്ട് കഴുത്തിറക്കം വന്നേക്കുന്നത് 6 ഇഞ്ചാണ്. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ നമുക്ക് മെഷർമെൻറ്റ്സിൻ്റെ കാര്യം. ബാക്കിയെല്ലാം നമ്മൾ എടുത്തു. നമ്മൾ നോർമൽ അളവുള്ള
ബ്ലൗസിൽ നിന്ന് മെഷർമെന്റ് എടുക്കുന്നത് കണ്ടാണ് പിന്നെ ഈ ലൈനിങ് ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ മെഷർമെന്റ്സ് ഒന്നുകൂടെ നമ്മൾ എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ മെഷർമെന്റ്സ് മാത്രം അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാതിരിക്കും. ഓക്കെ, അതിന് ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ലൈനിങ് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യമേ കണ്ടതെന്ന് പറയുമ്പോൾ നോർമൽ ബ്ലൗസിൽ നിന്ന് മെഷർമെന്റ് എടുത്തിട്ട് ഒരു നോർമൽ ബ്ലൗസും, എന്നിട്ട് ആ നോർമൽ ബ്ലൗസിന്റെ മെഷർമെന്റ്സ് തന്നെ വെച്ചിട്ട് ഒരു ലൈനിങ് ബ്ലൗസും ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇത് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ലൈനിങ് ബ്ലൗസ് ആണ് കസ്റ്റമർ കൊണ്ടുവന്നത്. ഈ ലൈനിങ് ബ്ലൗസ് തന്നെ വെച്ച് ഒരു ലൈനിങ് ബ്ലൗസ് ആണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അത് കഴിയുമ്പം ഈ ലൈനിങ് ബ്ലൗസ് തന്നെ വെച്ചിട്ടുള്ള ഒരു നോർമൽ ബ്ലൗസിന്റെ കട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മെഷർമെന്റ്സ് നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, അതിന് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണോ? നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെയോ ബ്ലൗസ് കട്ടിംഗ് നിങ്ങൾക്ക് ഒരു തലവേദനയായി മാറാറുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഇനി മുതൽ ഏതളവിലുമുള്ള ബ്ലൗസ് കട്ടിങ്ങുകൾ പ്രൊഫഷണൽ പാറ്റേണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെൻഷനുമില്ലാതെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുവാൻ സാധിക്കും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ പറയുന്ന രീതിയിൽ ബ്ലൗസ് കട്ട് ചെയ്യേണ്ട ആളുടെ ബോഡി മെഷർമെന്റ് ഞങ്ങൾക്ക് അയച്ചു തരിക. കൂടെ നിങ്ങളുടെ അഡ്രസ്സും. ഉടൻ തന്നെ പാറ്റേൺ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. ആ പാറ്റേൺ ഉപയോഗിച്ച് ആ ആൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് പ്രൊഫഷണലായി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഓർക്കുക, ബ്ലൗസ് കട്ടിംഗ് പ്രൊഫഷണലായി ചെയ്യുക എന്നത് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് തുന്നൽക്കാരൻ സ്റ്റിച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കൂട്ടം പ്രൊഫഷണൽ എക്സ്പീരിയൻസ്ഡ് ആയ കട്ടിംഗ് മാസ്റ്റർമാരെ ഉൾപ്പെടുത്തി ഈ സേവനം നിങ്ങളിലേക്ക്